രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ ആദ്യ കേസിൽ നിർണായക നിരീക്ഷണവുമായി ഹൈക്കോടതി. കേസ് രേഖയിൽ പ്രകാരം ഉഭയസമ്മതപ്രകാരമായ ലൈംഗിക ബന്ധമെന്ന് കോടതി. ധാർമ്മികമായി എന്താണ് തെറ്റെന്ന് കോടതി. ഒരു തവണ ബലപ്രയോഗത്തിലൂടെ ലൈംഗിക ബന്ധം നടത്തിയെന്നത് കേസ് മുഴുവനായും പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നില്ല. നഗ്നദൃശ്യങ്ങൾ പകർത്തിയെങ്കിൽ അത് വേറെ കേസായി മാത്രമേ കാണാനാകൂ എന്നും ഹൈക്കോടതി വിലയിരുത്തുകയാണ്. ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, അപ്പോൾ ഈ സുപ്രീം കോടതി നേരത്തെ എടുത്തിട്ടുള്ള നിലപാടുകളും നിർദ്ദേശങ്ങളും ഒക്കെ അനുസരിച്ചുള്ള ചൂണ്ടിക്കാട്ടലുകളാണോ ഇപ്പോൾ ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതിക്ക് ആധാരമായിട്ടുള്ള കാര്യങ്ങളെ കാണുന്നത്? എന്തൊക്കെയാണ് ഹൈക്കോടതി വിലയിരുത്തുന്നത് ബിനിൽ? തീർച്ചയായും പ്രതീക്ഷ, സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലുള്ള ചില വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യ കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസിലാണ് സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചത് എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി പരിഗണിക്കുന്നത്. ആ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണങ്ങൾ വരുന്നത്. അതായത് ഈ കേസ് മൊത്തത്തിൽ പരിശോധിച്ചാൽ ഇത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം മാത്രമാണ് എന്നതാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് പലതവണയായി ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ആദ്യഘട്ടത്തിലൊക്കെ അത് ഉഭയസമ്മത പ്രകാരമാണ് എന്നത് മൊഴിയിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. ഒരു തവണ, അതായത് ഈ കേസ് പ്രകാരമാണെങ്കിൽ ഒരു മാർച്ച് 17 നടന്ന അത് ബലാത്കാരമായിട്ടുള്ള ലൈംഗിക ബന്ധമാണ് എന്നതാണ് പറയുന്നത്. അന്നാണ് ഈ നഗ്ന ദൃശ്യങ്ങളൊക്കെ പകർത്തിയെന്ന ആരോപണമുള്ളത്. കോടതി പറയുന്നത് ഈ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെന്ന അത് മറ്റൊരു കേസാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു കേസാണ്. ഈ റേപ്പിന്റെ സ്വഭാവത്തിലേക്ക് വന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ആരോപിക്കുന്ന മാർച്ച് 17 ശേഷം ഈ പരാതിക്കാരിയെ പിന്നീട് പാലക്കാട് പോയി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്ളാറ്റിൽ 2 ദിവസം താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കേസ് ഏതെങ്കിലും ഇവർ തമ്മിൽ പലതവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടയിൽ ഒരു ദിവസത്തേത് മാത്രമാണ് ഒരു ബലപ്രയോഗത്തിലൂടെയുള്ള ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞാൽ അത് അവിശ്വസനീയമാണ് എന്നതാണ് കോടതി വ്യക്തമാക്കുന്നത്. അതായത് ഈ കേസ് മൊഴി വിശദമായി പരിശോധിച്ചു ഒരു ആശ്വാസകരമായ ഒരു തീരുമാനം ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന തരത്തിലേക്ക് എത്തുകയാണോ? എന്തായാലും അഭിഭാഷകരൊക്കെ തന്നെ നമുക്കറിയാം, ഈ മൂന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട് സെഷൻസ് കോടതിയിലും മജിസ്ട്രേറ്റ് കോടതിയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള വാദങ്ങൾ, അവിടെ എന്താണോ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകർ ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചത് അത് ഈ ഉഭയകക്ഷി സമ്മതപ്രകാരമായിട്ടുള്ള കാര്യമാണ്. അത് തന്നെ ഒരു പിടിവള്ളിയായി ഹൈക്കോടതിയിൽ മാറുകയാണോ രാഹുലിന് അനുകൂലമായി? പ്രതീക്ഷ, ഇതാണ് കോടതിയുടെ നിരീക്ഷണമെങ്കിൽ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇപ്പോൾ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച കേസിലാണ് ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. സർക്കാരിന് വേണ്ടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി.എ. ഷാജി നേരിട്ട് വന്ന് ആ പ്രതിരോധം തീർക്കുകയാണ്. സർക്കാർ പറയുന്നത് ഈ MLA ആണ്, വലിയ സ്വാധീന ശക്തിയുള്ളയാളാണ്. ഇത് ഒരു കേസല്ല, ഇതിനുശേഷം നിരവധി കേസുകൾ സമാനമായി വന്നിരിക്കുന്നു. ഈ ഒരു സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ആരോപണം നേരിടുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ സൈബർ ബുള്ളിയിങ്, ഈ വ്യക്തിക്കെതിരെ നിലപാടെടുത്തതിന്റെ പേരിൽ സൈബർ ബുള്ളിയിങ് നേരിട്ടതുമായി ബന്ധപ്പെട്ട 36 കേസുകളാണ് സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ സാധാരണ ഒരു ബലാത്സംഗ ആരോപണമായി കാണരുത്. കാരണം ഈ വ്യക്തി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ഒരു സ്ഥിരം കുറ്റവാളി എന്ന രീതിയിൽ വരുന്ന ഒരാളാണ്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒരേ സമാനമായ രീതിയിൽ 1, 2, 3 അല്ല, കൂടുതൽ പരാതികൾ വരുന്നു എന്നതാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇയാളുടെ ഒരു പൊതു സ്വഭാവം കൂടി കണക്കിലെടുക്കണമെന്ന് അടക്കമുള്ള വാദങ്ങളാണ് കോടതിക്ക് മുന്നിൽ ഉയർത്തുന്നത്. അപ്പോൾ കോടതി തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതല്ലേ ആദ്യത്തെ കേസ്? ഈ കേസിന് ശേഷമാണ് മറ്റ് കേസുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇയാളെ ഒരു സ്ഥിരം കുറ്റവാളി എന്ന ആരോപണം ഈ കേസിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ? കാരണം ഈ കേസിന് ശേഷമാണ് മറ്റ് കേസുകൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മറ്റ് കേസുകൾ പ്രതിയായി വന്നു എന്നതുകൊണ്ട് ഈ കേസിലെ ജാമ്യം നിഷേധിക്കാൻ അത് കാരണമാക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി തന്നെയാണ് കോടതി ഓരോ വിഷയങ്ങളെയും കാണുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇനി മുൻകൂർ ജാമ്യം കിട്ടാനുള്ള ഒരു കേസിൽ, അതായത് ആദ്യ കേസിൽ തന്നെ ജാമ്യത്തിനുള്ള സാധ്യതകളാണ് ഇന്നത്തെ നിരീക്ഷണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്. ശരി, ബില്ലാണ് ഇവർ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുകൂലമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഈ ആദ്യ കേസിലെ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ ഉയർത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടവേള.